ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് വീഡിയോ കാണിക്കുന്നത് എൻ്റെ നൈറ്റ് ടൈമിലെ ഹെയർ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ രാത്രി കിടക്കണതിന് മുന്നേ എല്ലാ ദിവസവും തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് നമ്മുടെ ഡെർമാ റോളർ കൊണ്ട് തലയിൽ റോൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 0.5 mm നീഡിലുള്ള ഡെർമാ റോളറാണ് കേട്ടോ. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്കിത് തല മൊത്തത്തിൽ ചെയ്യാം, പക്ഷെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഫോർഹെഡിലാണ്. കാരണം എൻ്റെ കൂടുതലും മുടി കൊഴിഞ്ഞു പോയേക്കുന്നത് ഈ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വട്ടത്തിലും നീളത്തിലും അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 ടൈംസ് ഇങ്ങനെ റോൾ ചെയ്യണം. നന്നായിട്ട് അമക്കി റോൾ ചെയ്ത് തല മുറിക്കേണ്ട ആവശ്യമില്ല, തലയിലെ സ്കിന്ന്. എന്നാലും അത്യാവശ്യം പ്രഷർ കൊടുത്ത് ചെയ്യാം. ഒരുപാട് അമക്കി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ നീഡിലുകൊണ്ട് തല മുറിയും. ഇത് നമുക്ക് കുറച്ച് നേരം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെറിയൊരു റെഡ് കളർ ഉണ്ടാവും, പക്ഷേ അങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് തല മൊത്തത്തിൽ ഇങ്ങനെ ഓരോ ഇതിൽ വകച്ചിലൊക്കെ എടുത്തിട്ട് നമുക്കൊരു 15 തവണ നീട്ടത്തിലും 15 തവണ വട്ടത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് രാത്രി ചെയ്യുന്ന മെയിനായിട്ടും ഈ ഫ്രണ്ടിലെ പോർഷൻസിലാണ്. അപ്പോൾ ഈ ഡെർമാ റോളർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബോഡി നോർമലായിട്ട് ഒരു സ്ഥലം എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ കൊണ്ടുവന്ന് ഒരു പുതിയ സെൽസ് ഉണ്ടാക്കി പെട്ടെന്ന് ഹീൽ ചെയ്യിക്കും. അപ്പോൾ അതേ തിയറി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ വിഷ് കെയറിൻ്റെ ഹെയർ സീറമാണ്. അപ്പോൾ അതിന് ചെറിയൊരു സ്പ്രേ ആണ്. അപ്പോൾ അത് ആ ഭാഗത്തെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സ്പ്രേ ചെയ്തെല്ലാം കൊടുത്തിട്ട് പിന്നെ തല മസാജ് ചെയ്യാണ് ചെയ്യണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വിഷ് കെയർ ആണെങ്കിൽ നമുക്ക് റെഡൻസിലും കഫീനും ബയോട്ടിനും റോസ്മേരിയും റൈസ് വാട്ടറൊക്കെ ഉള്ളത് കൊണ്ട് ഹെയർ ഗ്രോത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു സിറോണത്. അപ്പോൾ തലയോട്ടിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സ്കാൽപ്പ് മസാജർ കൊണ്ട് ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ കൈ കൊണ്ട് ഫസ്റ്റ് തന്നെ മസാജ് ചെയ്യുമ്പോൾ കൈമം സിറം മൊത്തത്തിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ മസാജർ കൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കൈ കൊണ്ട് തലയോട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു 4 to 5 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഞാൻ വീഡിയോ ഫാസ്റ്റ് അടിച്ചേക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്പീഡിൽ മസാജ് ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു 4 to 5 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തലയോട്ടിൽ നന്നായിട്ട് അത് പിടിച്ചോളും. ഇപ്പോൾ എനിക്ക് ഈ സിറം പുരട്ടി തുടങ്ങിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആ ഫ്രണ്ട് പോർഷൻ മുടി കവർ ചെയ്ത് പോയി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സിറോണിത് യൂസ് ചെയ്യാനായിട്ട്. ഞാനിത് ഒത്തിരി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് മേടിച്ച് നോക്കിയതാണ്, പക്ഷേ നല്ലതാണ്. ഇതും ആമസോണിൽ തന്നെയാണ് മേടിച്ചേക്കുന്നത്. അതിനുശേഷം പിന്നെ ചെയ്യുന്നത് നമ്മൾ മുടി രണ്ടായിട്ട് പകുത്തെടുത്തിട്ട് പിന്നെ നമ്മുടെ മുടിയുടെ അറ്റത്ത് തേച്ച് കൊടുക്കാനുള്ളതാണ് ഈ ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി സിറോണ് എടുക്കുന്നത്. അത് മുടിയുടെ തുമ്പിൽ പുരട്ടി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഷൈനി ആയിട്ട് കിടന്നോളും. പിന്നെ നമുക്ക് തലമുടിയിൽ നിന്ന് ജട കളയണതിന് മുന്നേ ഇത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ജട പെട്ടെന്ന് കളയാൻ പറ്റും. മുടി അധികം ഇങ്ങനെ പൊട്ടിപ്പോരാതെ നമുക്ക് ജട കളയാൻ പറ്റും. അപ്പോൾ ഞാനൊരു 2 ഡ്രോപ്പ് എടുത്തിട്ട് 2 സൈഡിലെ മുടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആണ് മുടിയുടെ ജട കളയുന്നത്. അപ്പോൾ നമുക്കൊരു മിനുസ് അപ്പോൾ തന്നെ ഫീൽ ചെയ്യും അത്. അപ്പോൾ അതിനോട് തന്നെ ജട കളയാനും നല്ല ഈസി ആയിട്ട് പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ചീപ്പ് ഏതാണോ ആ ചീപ്പ് എടുത്തതിന് ശേഷം മുടിയുടെ ജട ഫുള്ളും കളഞ്ഞിട്ട് വേണം നമുക്ക് മുടി കെട്ടി വയ്ക്കാനായിട്ട്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് മുടിയാണെങ്കിൽ മെടഞ്ഞ് കെട്ടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മെടഞ്ഞ് കെട്ടിയിട്ട് ഒരു സാറ്റിൻ്റെ ക്യാപ്പ് ഇടുകയോ അല്ലെങ്കിൽ തലോണ കവർ സാറ്റിൻ്റെ ഇടുകയോ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടെ മെടഞ്ഞ് കെട്ടിയിട്ട് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മുടി. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നേരെ എടുത്തിട്ട് മേളിലോട്ട് വലിച്ച് കെട്ടാണ് ചെയ്യണത്. എൻ്റെ നെറ്റിയുടെ വീതി കൂടുന്നതിൻ്റെ വേറൊരു കാരണം അതും കൂടിയാണ്. പക്ഷെ എനിക്ക് മെടഞ്ഞ് കെട്ടിയിട്ട് കിടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനാണെങ്കിൽ മുടി നന്നായിട്ട് വലിച്ച് കെട്ടി മുകളിലോട്ട് കെട്ടി നമ്മുടെ ബണ്ണായിട്ട് കെട്ടി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ കിടന്നുറങ്ങാൻ എനിക്ക് കുറച്ചും കൂടെ സൗകര്യമാണ്. പിന്നെ നമുക്കിതിൻ്റെ ഒപ്പം തന്നെ തല മസാജ് ചെയ്യുമ്പോൾ തല നമ്മുടെ അപ്സൈഡ് ഡൗൺ ഇട്ടിട്ട് കുനിഞ്ഞ് നിന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മസാജ് ചെയ്യുമ്പോഴും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് തലയിലോട്ട് പോകും. അപ്പോഴാണെങ്കിൽ നമുക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് കാണിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് കാണിക്കാത്തത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നൈറ്റിലെ ഹെയർ കെയർ റുട്ടീൻ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ശരി, ബൈ.